ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന സൗത്ത് അമേരിക്കയിലെ ആമസോൺ മഴക്കാടുകളിലൂടെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ നദിയായ ആമസോൺ നദി ഒഴുകുന്നത്. 6400 കിലോമീറ്ററിലധികം നീളമുള്ള ഈ നദിയിൽ നിന്നും ഓരോ സെക്കൻഡിലും അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് പതിക്കുന്നത് 20 കോടി ലിറ്ററിലും അധികം ജലമാണ്. ഏകദേശം 75 ലക്ഷം സ്ക്വയർ കിലോമീറ്ററോളം, അതായത് ഇന്ത്യയുടെ ഇരട്ടി വലിപ്പത്തോളം വിസ്തീർണതയുണ്ട് ആമസോൺ നദീതടത്തിന്. കരയിലെ മുഴുവൻ ജീവിവർഗങ്ങളിൽ ഇന്നുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ 25% ജീവിക്കുന്നത് ആമസോൺ മഴക്കാടുകളിലാണ്. കൂടാതെ പുതിയ ജീവിവർഗങ്ങളെ ഇപ്പോഴും അവിടെ നിന്നും കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭീകരമായ പല ജീവികളും അധിവസിക്കുന്ന ആമസോൺ നദിയിലും നദീതടത്തിൽ നിന്നും ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള വിസ്മയകരമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ഒഴുകുന്ന സ്ഥലങ്ങളിലെല്ലാം വൈവിധ്യമാർന്ന ആവാസ വ്യവസ്ഥകൾ നിർമ്മിക്കുന്ന ഭൂമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രകൃതി സവിശേഷതകളിൽ ഒന്നാണ് നദികൾ. ഹിന്ദു നദീതട സംസ്കാരം, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, മെസോപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ, ചൈനീസ് സിവിലൈസേഷൻ തുടങ്ങി ഭൂമിയിലെ ആദ്യ സംസ്കാരങ്ങളിൽ കൂടുതലും നദീതടങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഉണ്ടായത്. വ്യാപ്തിയുടെയും വിസ്തീർണതയുടെയും അടിസ്ഥാനത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ നദി ആമസോൺ നദിയാണ്. ആമസോൺ നദി കഴിഞ്ഞാൽ പിന്നീടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ 10 നദികളിലെ ജലം ഒരുമിച്ചെടുത്താൽ പോലും ആമസോൺ നദിയിലെ ജലത്തിന് തുല്യമാകില്ല. മഴക്കാലത്ത് ഓരോ സെക്കൻഡിലും 30 കോടി ലിറ്ററിലും അധികം ജലമാണ് ആമസോൺ നദിയിൽ നിന്നും അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് ഒഴുകിയിറങ്ങുന്നത്. അതിനാൽ തന്നെ ഈ നദിയിൽ നിന്നും സമുദ്രത്തിലേക്ക് ജലം ഒഴുകിയിറങ്ങുന്ന ഭാഗത്തു നിന്ന് 150 കിലോമീറ്ററുകളോളം ദൂരം വരെ സമുദ്രത്തിന്റെ ഉപരിതലത്തിൽ ശുദ്ധജലമാണ് വ്യാപിച്ചു കിടക്കുന്നത്. ഒഴുകി വരുന്നതിനിടയ്ക്ക് ബ്രസീലിലേക്ക് കടക്കുമ്പോഴാണ് ആമസോൺ നദിയുടെ വീതി നമുക്ക് ചിന്തിക്കാവുന്നതിലും അധികമായി കൂടുന്നത്. ഇവിടെ ഏതാണ്ട് 4 മുതൽ 9 കിലോമീറ്റർ വരെയാണ് നദിയുടെ ശരാശരി വീതിയെങ്കിലും ചില ഭാഗങ്ങളിൽ അത് 60 കിലോമീറ്ററുകളോളം എത്താറുണ്ട്. അതായത് ഒരു ശരാശരി മനുഷ്യൻ 10 മണിക്കൂറുകൾ തുടർച്ചയായി നടന്നാൽ മാത്രമേ ഈ ഭാഗങ്ങളിൽ ഒരു കരയിൽ നിന്നും നദിയുടെ ഉപരിതലത്തിലൂടെ മറ്റൊരു കരയിലേക്ക് എത്താൻ കഴിയുള്ളൂ. ഈ നദിയിൽ നിന്നും സമുദ്രത്തിലേക്ക് ജലം ഒഴുകിയിറങ്ങുന്ന ഭാഗത്തിന് ഏകദേശം 350 കിലോമീറ്ററിലധികം വീതിയാണ് ഉള്ളത്. നദീതീരത്തിൽ നിന്ന് നദിയിലേക്ക് നോക്കുന്ന സമയത്ത് ഇതൊരു സമുദ്രമാണോ എന്നുള്ള സംശയം പലർക്കും തോന്നുന്നതിനാൽ തന്നെ ഈ നദിയെ ദ റിവർ സീ എന്നും വിശേഷിപ്പിക്കാറുണ്ട്. 20 മുതൽ 50 മീറ്റർ വരെ അല്ലെങ്കിൽ 66 മുതൽ 164 അടി വരെയാണ് ആമസോൺ റിവറിന്റെ ശരാശരി ആഴം. ഇത് ചില ഭാഗങ്ങളിൽ 100 മീറ്റർ, അതായത് 330 അടി വരെ കൂടാറുണ്ട്. അതിനാൽ തന്നെ വലിയ കപ്പലുകൾക്ക് പോലും വളരെ നിസ്സാരമായി ഈ നദിയിലൂടെ യാത്ര ചെയ്യാൻ കഴിയും. പ്രധാന നദിയിൽ ഡാമുകൾ ഒന്നും നിർമ്മിച്ചിട്ടില്ലെങ്കിലും ഉപനദികളിൽ 400-ൽ കൂടുതൽ ഡാമുകളാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ആമസോണിൽ പ്രധാനമായും വെറ്റ് സീസൺ, ഡ്രൈ സീസൺ എന്ന് 2 ഋതുകാലങ്ങളാണുള്ളത്. അതായത് വരണ്ട കാലവും മഴക്കാലവും. ഏകദേശം 6 മാസങ്ങളോളമാണ് ഓരോ സീസണും ഇവിടെ തുടരുന്നത്. ഇവിടുത്തെ ഡ്രൈ സീസൺ എന്ന് പറയുന്നത് നമ്മൾ കരുതുന്നത് പോലെ അത്രയ്ക്ക് വലിയ വരണ്ട കാലാവസ്ഥ ലഭിക്കുന്ന സമയമൊന്നുമല്ല. വെറ്റ് സീസണിൽ ലഭിക്കുന്ന അത്ര മഴ ലഭിക്കാത്ത കാലം മാത്രമാണിത്. ആമസോണിന്റെ 1000-ലധികം ഉപനദികളിൽ ഏറ്റവും വലുത് റിയോ നീഗ്രോ ആണ്. ആമസോൺ നദിയിലെ ആകെ ജലത്തിന്റെ 20% ഈ ഒരു ഉപനദിയിൽ നിന്നാണ് വരുന്നത്. പൊതുവെ ഇരുണ്ട നിറത്തിലാണ് ഈ ഉപനദി കാണപ്പെടുന്നത്. മറ്റൊരു വലിയ ഉപനദിയാണ് റിയോ സോളിമോസ്. ഇതിന് ലൈറ്റ് ബ്രൗൺ നിറമാണുള്ളത്. ബ്രസീലിലെ മനാവുസിനടുത്ത് ഈ 2 നദികളും കൂടിച്ചേരുന്നു. പക്ഷേ അവ ഒരുമിച്ച് ചേരുന്നില്ല. അതായത് പൂർണ്ണമായും കൂടിച്ചേരാതെ തന്നെ ഇരുവശങ്ങളിലൂടെ ഏകദേശം 6 കിലോമീറ്ററോളം ദൂരത്തിൽ ഇവ അരികിലൂടെ ഒഴുകുന്നു. ഈ ശ്രദ്ധേയമായ അത്ഭുത പ്രകൃതി പ്രതിഭാസത്തെ പോർച്ചുഗീസ് ഭാഷയിൽ എൻകോൺട്രോ ഡാസ് എഗ്വാസ് അഥവാ മീറ്റിംഗ് ഓഫ് ദ വാട്ടേഴ്സ് എന്നാണ് വിളിക്കുന്നത്. വ്യത്യസ്ത താപനിലകൾ, വ്യത്യസ്ത വേഗത, വ്യത്യസ്ത സാന്ദ്രതയും രാസസംഘടനകളും എന്നിവയൊക്കെ കൊണ്ടാണ് ഈ 2 നദികൾ ഒരുമിച്ച് കൂടിച്ചേരാതെ 2ആയി ഒഴുകുന്നത്. ആമസോൺ നദിക്ക് കുറുകെ ഒരൊറ്റ പാലം മാത്രമേ സ്ഥിതി ചെയ്യുന്നുള്ളൂ. അതാണ് പോണ്ടി റിയോ നീഗ്രോ
അഥവാ റിയോ നീഗ്രോ ബ്രിഡ്ജ്. നമ്മൾ നേരത്തെ പറഞ്ഞ മനാവസിൻ്റെയും സ്റ്റേറ്റ് ഓഫ് ആമസോണാസിലെ ഇരാൻബുദ എന്ന നഗരത്തെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടാണ് 2011 തുറന്ന ഈ പാലം ഏതാണ്ട് 3.6 കിലോമീറ്ററോളം നീളത്തിൽ സ്ഥിതി ചെയ്യുന്നത്. റിയോ നീഗ്രോ എന്ന ആമസോൺ റിവറിൻ്റെ പോഷക നദി പ്രധാന നദിയുമായി കൂടിച്ചേരുന്ന സ്ഥലത്തിന് അടുത്തായാണ് നദിക്ക് കുറുകെ ഈ പാലമുള്ളത്. ഈ പാലം റിയോ നീഗ്രോയെയാണ് മുറിച്ചു കിടക്കുന്നതെങ്കിലും ആമസോൺ നദീതടത്തിൻ്റെ ഹൃദയഭാഗത്തും ആമസോൺ നദിയുമായി സംഗമിക്കുന്ന സ്ഥലത്തിനടുത്തും സ്ഥിതി ചെയ്യുന്നതിനാൽ ഇതിനെ സാധാരണയായി ആമസോണിന് മുകളിലൂടെയുള്ള പാലം എന്ന് വിളിക്കുന്നു. പക്ഷേ മനാവസിന് കിഴക്ക് ഭാഗത്തായുള്ള ആമസോൺ നദിയുടെ പ്രധാന ഭാഗങ്ങളിൽ ഒന്നും തന്നെ ഇത്തരത്തിൽ ഒരു പാലം പോലുമില്ല. നദിയുടെ വലിയ വീതി, ഇടയ്ക്കിടെ ഉണ്ടാകുന്ന വെള്ളപ്പൊക്കം, കുറഞ്ഞ ജനസാന്ദ്രത, നിലവിലുള്ള ജലഗതാഗത സംവിധാനം എന്നിവയൊക്കെയാണ് ഈ പ്രധാന ഭാഗങ്ങളിൽ ഒരു പാലം പോലും ഇന്നുവരെ പണി കഴിപ്പിച്ചിട്ടില്ലാത്തതിൻ്റെ പ്രധാന കാരണം. കൊളംബിയ, വെനസ്വേല, ഇക്വഡോർ, ബ്രസീൽ, പെറു, ബൊലീവിയ, ഗുയാന, സുറിനെയിം, ഫ്രഞ്ച് ഗുയാന എന്നീ രാജ്യങ്ങളിലായാണ് ആമസോൺ നദീതടം വ്യാപിച്ചു കിടക്കുന്നത്. ഏതാണ്ട് 1 കോടി വർഷങ്ങൾക്ക് മുൻപ് രൂപം കൊണ്ട് ഈ നദി പല മാറ്റങ്ങൾക്ക് വിധേയമായാണ് ഇന്ന് നമ്മൾ കാണുന്ന നിലയിലേക്ക് എത്തിയത്. ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി ആമസോൺ നദി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടേക്കാണ് ഒഴുകുന്നത്. അതായത് പടിഞ്ഞാറ് ആൻഡസ് മൗണ്ടൻസിൽ നിന്ന് കിഴക്ക് അറ്റ്ലാന്റിക് ഓഷ്യനിലേക്ക്. പെറുവിലെ ആൻഡസ് പർവ്വതനിരകളിൽ നിന്ന് മറനോൺ, ഉക്കായലി തുടങ്ങിയ ചെറിയ നദികളുടെ ഒരു പരമ്പരയാണ് ആമസോൺ നദി ആരംഭിക്കുന്നത്. പിന്നീട് തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലൂടെ പെറു, കൊളംബിയ, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളിലൂടെ കിഴക്കോട്ട് ഒഴുകി ഒടുവിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ പതിക്കുന്നു. ആമസോണിൻ്റെ ഒഴുക്കിൻ്റെ ദിശ എപ്പോഴും പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടേക്കായിരുന്നെങ്കിലും ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി ഇതിൻ്റെ പാത പരിണമിച്ചിരിക്കാം. ടെക്ടോണിക് ഷിഫ്റ്റുകളും ആൻഡസ് പർവ്വതനിരകളുടെ ഉയർച്ച പോലെയുള്ള ഭൂപ്രകൃതിയിലെ മാറ്റങ്ങളും ആമസോൺ നദിയുടെ ഗതിയെ സ്വാധീനിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് ആമസോൺ നദി എതിർദിശയിലേക്ക്, അതായത് കിഴക്കുനിന്ന് പടിഞ്ഞാറോട്ടേക്ക് ഒഴുകിയിരിക്കാം. എന്നാൽ കാലക്രമേണ ഭൂമിശാസ്ത്രപരമായ മാറ്റങ്ങൾ അതിൻ്റെ ഒഴുക്കിനെ ഇന്ന് നാം കാണുന്ന ദിശയിലേക്ക് തിരിച്ചുവിട്ടതായിരിക്കാം. 400-ലധികം സസ്തനികളും ഉഭയജീവികളും 1300-ലധികം പക്ഷികളും 3000-ലധികം ശുദ്ധജല മത്സ്യങ്ങളും ഏതാണ്ട് 3000-ഓളം ഫ്രഷ് വാട്ടർ മത്സ്യവർഗ്ഗങ്ങളാണ് ആമസോൺ നദിയിലുള്ളത്. അതിൽ 1700-ഓളം മത്സ്യവർഗ്ഗങ്ങൾ ആമസോൺ നദിയിൽ മാത്രമുള്ളവയാണ്. ആമസോൺ നദീതടത്തിലെ ഏറ്റവും സവിശേഷമായ ജീവികളിൽ ഒന്നാണ് ആമസോൺ റിവർ ഡോൾഫിൻ അഥവാ പിങ്ക് റിവർ ഡോൾഫിൻ. ഏതാണ്ട് 2.5 മീറ്റർ വലിപ്പവും 185 കിലോഗ്രാം വരെ ഭാരവും ഇവയ്ക്കുണ്ട്. ആമസോൺ നദിയിലെ ഏറ്റവും വലിയ മത്സ്യമാണ് അരാപൈമ. ഇതിനെ പ്രാദേശികമായി പിരാകുക്കു അല്ലെങ്കിൽ പേഷെ എന്നും അറിയപ്പെടുന്നു. ഏതാണ്ട് 3 മീറ്ററോളം നീളമുള്ള ഇവയ്ക്ക് 200 കിലോഗ്രാമിൽ അധികം ഭാരമുണ്ടാകും. ആമസോൺ നദിയിലെ ഏറ്റവും മാരകമായ ഈൽ ആണ് ഇലക്ട്രോഫോറസ് ഇലക്ട്രിക്കസ് എന്നറിയപ്പെടുന്ന ഇലക്ട്രിക് ഈൽ. പക്ഷേ ഇത് ശരിക്കും ഒരു ഈലല്ല, മറിച്ച് ഒരു തരം നൈഫ് ഫിഷാണ്. 2.5 മീറ്റർ വരെ നീളവും 20 കിലോഗ്രാം വരെ ഭാരവുമുള്ള ഇവയ്ക്ക് 860 വോൾട്ട് വരെ ഷോക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ആമസോൺ നദിയെയും നൈൽ നദിയെയും ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ 2 നദികളായി പലപ്പോഴും താരതമ്യം ചെയ്യാറുണ്ട്. എന്നിരുന്നാലും യഥാർത്ഥത്തിൽ ഏതാണ് ആ പദവി അർഹിക്കുന്നത് എന്നത് മെഷർമെന്റ് ക്രൈറ്റീരിയയെ ആശ്രയിച്ചിരിക്കുന്നു. തെക്കേ അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്നതും പെറു മുതൽ ബ്രസീലിൽ അറ്റ്ലാന്റിക് സമുദ്രം വരെ വ്യാപിച്ചു കിടക്കുന്നതുമായ ആമസോൺ നദിക്ക് ഏകദേശം 6575 കിലോമീറ്റർ നീളമുണ്ട്. ചില സമീപകാല പഠനങ്ങൾ, പ്രത്യേകിച്ച് ബ്രസീലിയൻ ഗവേഷകർ വാദിക്കുന്നത് പെറുവിലെ അപ്പുരിമാക് നദി ആമസോൺ നദിയുടെ ഉറവിടമായി കണക്കാക്കുകയാണെങ്കിൽ അത് യഥാർത്ഥത്തിൽ നൈൽ നദിയേക്കാൾ നീളമുള്ളതായിരിക്കാം എന്നാണ്. മറുവശത്ത് കിഴക്കൻ ആഫ്രിക്കയിലൂടെ ബുറുണ്ടി അല്ലെങ്കിൽ റുവാണ്ടയിൽ നിന്ന് ഉഗാണ്ട, സുഡാൻ, ഈജിപ്ത് വഴി മെഡിറ്ററേനിയൻ കടലിലേക്ക് ഒഴുകുന്ന നൈൽ നദി പരമ്പരാഗതമായി ഏറ്റവും നീളം കൂടിയ നദിയായി കണക്കാക്കപ്പെടുന്നു. അതായത് ഏകദേശം 6650 കിലോമീറ്റർ നീളം. ചരിത്രപരവും സാംസ്കാരികപരവുമായ പ്രാധാന്യത്തിന് നൈൽ നദി വ്യാപകമായി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ജൈവ വൈവിധ്യത്തിൻ്റെയും ജലപ്രവാഹത്തിൻ്റെയും കാര്യത്തിൽ ആമസോൺ നദി ആധിപത്യം പുലർത്തുന്നു.
ചുരുക്കത്തിൽ മിക്ക ആഗോള റഫറൻസുകളും നൈലിനെ ഏറ്റവും നീളം കൂടിയ നദിയായി പൊതുവെ അംഗീകരിക്കുന്നു. എന്നാൽ ആമസോണിൻ്റെ നീളം അതിൻ്റെ ഉറവിടം എങ്ങനെ നിർവചിക്കപ്പെടുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. എന്നിരുന്നാലും വ്യാപ്തമനുസരിച്ച് ഭൂമിയിലെ ഏറ്റവും വലിയ നദിയായി ആമസോൺ നദി തുടരുന്നു. 2011 ആമസോണിൽ നിന്ന് കൗതുകകരമായ ഒരു കണ്ടെത്തലുണ്ടായി. വിപുലമായ റഡാർ, ഭൂമിശാസ്ത്ര പഠനങ്ങൾ എന്നിവ വഴി ആമസോൺ നദിയിൽ നിന്ന് 100 കണക്കിന് മീറ്റർ താഴെയായി ഒരു ഭൂഗർഭ നദി കണ്ടെത്തി. റയോ ഹംസ ഏകദേശം 4000 കിലോമീറ്റർ നീളമുള്ളതായി കണക്കാക്കപ്പെടുന്ന ഇത് ആമസോൺ നദിയുടെ അത്ര തന്നെ നീളമുള്ളതാണ്. ആമസോൺ നദീതടത്തിലെ ജലശാസ്ത്രത്തിൽ ഈ ഭൂഗർഭ നദി ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഇത് ഉപരിതലത്തിന് താഴെയുള്ള ഭൂഗർഭ ജല സംവിധാനങ്ങളെ സ്വാധീനിക്കുന്നു. റയോ ഹംസയുടെ കണ്ടെത്തൽ ഈ വിശാലമായ മേഖലയിലെ ഉപരിതല ജലവും ഭൂഗർഭ ജലവും തമ്മിലുള്ള സങ്കീർണമായ ബന്ധത്തിന് ഒരു പുതിയ തലം നൽകുന്നു. ഇത് ആമസോൺ ആവാസ വ്യവസ്ഥയുടെ മറഞ്ഞിരിക്കുന്ന ആഴങ്ങളെ എടുത്തു കാണിക്കുന്നു. മറ്റൊരു രസകരമായ കാര്യം എന്തെന്നാൽ വാലിയ മന്നാത്തൽ ഹംസ എന്നൊരു ഇന്ത്യൻ സയൻറ്റിസ്റ്റിൻ്റെ നേതൃത്വത്തിലുള്ള ടീമാണ് ഈ ഭൂഗർഭ നദി കണ്ടെത്തിയത്. അതിലും രസകരമായ ഒരു കാര്യം ഈ ഹംസ നമ്മുടെ കോഴിക്കോട് ജനിച്ച ഒരു മലയാളിയാണ് എന്നുള്ളതാണ്. ആമസോൺ നദി പോലെ തന്നെ റയോ ഹംസയും അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് തന്നെയാണ് ഒഴുകിയെത്തുന്നത്. പക്ഷേ ഉപരിതലത്തിന് അടിയിലൂടെയാണെന്ന് മാത്രം. പെറുവിയൻ ആമസോണിൽ പ്യുക്കാൽപ പട്ടണത്തിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു അപൂർവ പ്രകൃതി പ്രതിഭാസമാണ് സൂര്യൻ്റെ ചൂടിൽ തിളപ്പിച്ചത് എന്നർത്ഥം വരുന്ന പേരുള്ള ഷാനി ടിംപിഷ്ക എന്ന് പ്രാദേശികമായി വിളിക്കപ്പെടുന്ന ദ ബോയിലിംഗ് റിവർ. ഏകദേശം 6.4 കിലോമീറ്റർ നീളമുള്ള ഈ നദിയിലെ വെള്ളം വളരെയധികം ചൂടുള്ളതാണ്. 100 ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ വരെ എത്തുന്ന ഈ വെള്ളത്തിലെ ചൂട് ഗുരുതരമായ പൊള്ളലേൽപ്പിക്കാനോ അല്ലെങ്കിൽ ചെറിയ മൃഗങ്ങളെ ജീവനോടെ തിളപ്പിക്കാനോ പോലും കഴിവുള്ളതാണ്. തദ്ദേശീയരായ അഷാനിൻകാരുടെ ഇതിഹാസമനുസരിച്ച് ഈ നദി സൃഷ്ടിച്ചത് യാക്കുമമ്മ അഥവാ ജലത്തിൻ്റെ മാതാവ് എന്ന ശക്തനായ ഒരു സർപ്പ ആത്മാവാണ്. ഈ ആത്മീയ ശക്തി മൂലമാണ് നദി തിളച്ചു മറിയുന്നതെന്ന് നാട്ടുകാർ വിശ്വസിക്കുന്നു. ഈ പ്രദേശം അവർക്ക് ഇപ്പോഴും പവിത്രമായി തുടരുന്നു. തദ്ദേശീയ സമൂഹങ്ങൾക്ക് വളരെ കാലമായി അറിയാമായിരുന്നെങ്കിലും ഈ നദി അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയത് 2011 പെറുവിയൻ ഭൂഭൗതിക ശാസ്ത്രജ്ഞനായ ആൻഡ്രോസ് റൂസോ നടത്തിയ അന്വേഷണങ്ങളിലൂടെയാണ്. തൻ്റെ മുത്തച്ഛൻ പറഞ്ഞ ഒരു ബാല്യകാല കഥയാണ് അദ്ദേഹത്തിന് പ്രചോദനമായത്. മുമ്പ് അനുമാനിച്ചതുപോലെ അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ മൂലമല്ല ഈ നദി ചൂടാകുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ ഗവേഷണം വെളിപ്പെടുത്തി. മറിച്ച് ഭൂമിയുടെ ആഴത്തിലുള്ള വിള്ളലുകളിൽ നിന്നുള്ള ഭൂതാപ ഊർജം മൂലമാകാം ഇതെന്ന് അദ്ദേഹം കണ്ടെത്തി. എന്തായാലും കെട്ടുകഥകളും ശാസ്ത്രവും ഒരുമിച്ചൊഴുകുന്ന ഭൂമിയിലെ ചുരുക്കം ചില സ്ഥലങ്ങളിൽ ഒന്നായി ഇന്നും ദ ബോയിലിംഗ് റിവർ നിലകൊള്ളുന്നു. സാധാരണ സമുദ്രങ്ങളിലല്ലേ തിരമാലകൾ ഉണ്ടാകുന്നത്. പക്ഷേ ആമസോൺ നദിയിലും സമുദ്രങ്ങളിലേതുപോലെ തന്നെ തിരമാലകൾ ഉണ്ടാകും. തിരമാലകൾ ഉണ്ടാകുമെന്ന് മാത്രമല്ല, ആ തിരമാലകളിൽ സർഫിംഗ് പോലും ചെയ്യാറുണ്ട്. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്നുള്ള വേലിയേറ്റം മൂലം നദിയിലെ ജലം പിന്നിലേക്ക് തള്ളപ്പെടുമ്പോഴാണ് ഇത്തരത്തിൽ തിരമാലകൾ ഉണ്ടാകുന്നത്. ഒരു മനുഷ്യൻ ആമസോൺ നദി മുഴുവനായി നീന്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? എങ്കിൽ അങ്ങനെ ഒരു മനുഷ്യനുണ്ട്. സ്ലൊവേനിയൻ ലോങ് ഡിസ്റ്റൻസ് സ്വിമ്മറായ മാർട്ടിൻ സ്ട്രെല്ലാണ് ആമസോൺ നദി മുഴുവൻ നീന്തി അത്ഭുതകരമായി വിജയിച്ചത്. 2007 66 ദിവസങ്ങളിലായി ഏകദേശം 5268 കിലോമീറ്ററാണ് അദ്ദേഹം നീന്തിയത്. ഈ എക്സ്ട്രീം ചലഞ്ചിൽ പിരാനകൾ, മുതലകൾ, അനക്കോണ്ടകൾ, കാൻഡറു മത്സ്യങ്ങൾ എന്നിവയുമായുള്ള എൻകൗണ്ടേഴ്സ്, മലിനമായ വെള്ളത്തിൽ നിന്നുള്ള രോഗങ്ങൾക്കും അണുബാധകൾക്കുമുള്ള സാധ്യത എന്നിവയുൾപ്പെടെ നിരവധി അപകടങ്ങളെ അദ്ദേഹം നേരിട്ടു. ഇതിനിടയിൽ കടുത്ത ക്ഷീണം, സൂര്യാഘാതം, ഭ്രമാത്മകത എന്നിവ അനുഭവപ്പെട്ട സ്ട്രെല്ലിനെ ഭക്ഷണം, വൈദ്യസഹായം, സംരക്ഷണം എന്നിവ നൽകി പിന്തുണച്ചുകൊണ്ട് ഒരു സംഘം ആളുകൾ ഒരു ബോട്ടിൽ അദ്ദേഹത്തെ പിന്തുടർന്നിരുന്നു. മിസിസിപ്പി, യാങ്സെ, ഡാന്യൂബ് തുടങ്ങിയ പ്രധാന നദികളിലൂടെ അദ്ദേഹം മുമ്പ് നീന്തൽ പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിലും ആമസോൺ നദിയിലെ നീന്തൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അപകടകരവും ഐതിഹാസികവുമായ നേട്ടമായി തുടരുന്നു. അപ്പോൾ തൽക്കാലം നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പറഞ്ഞാലും തീരാത്തത്ര വിസ്മയകരമായ സംഭവങ്ങളും രഹസ്യങ്ങളുമായി ആമസോൺ നദി ഇന്നും നിലകൊള്ളുന്നു.